തൃശൂരിൽ CPIM ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കെ രാധാകൃഷ്ണൻ, MM വർഗീസ്, MC മൊയ്തീൻ എന്നിവർക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗൂഢാലോചനകളും കള്ളക്കേസുകളുമാണ് നടത്തുന്നതെന്നുന്നയിച്ച് CPIM ചേർപ്പിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJPയുടെ കേന്ദ്ര ഭരണകക്ഷിയുടെ BJPയുടെ RSSന്റെ ശക്തമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കിയ കാര്യം, കേരളത്തിലെ ഏറ്റവും അതിപ്രധാനമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നാളിതുവരെ ഒരു അഴിമതി ആരോപണത്തിനും വിധേയരാവാത്തവർ, ഒരു കളങ്കവും ഏൽക്കാത്ത ആളുകൾ. കെ രാധാകൃഷ്ണൻ പാർലമെന്റ് മെമ്പറാണ്. AC മൊയ്തീൻ കേരളത്തിലെ മുൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നമുക്ക് ഏറ്റവും സുപരിചിതനായ നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ചീഫ് കമ്മിറ്റി മെമ്പറാണ്. ഇവരൊക്കെ തന്നെ കള്ളക്കേസിൽ കുടുക്കി കുറ്റപത്രം കൊടുത്തിരിക്കുക. ഇതിനേക്കാൾ കൂടുതൽ അതിശയകരമായ ഒരു വിഷയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയാണ് കേസിലെ മറ്റൊരു പണി. ഭൂമി മലയാളത്തിൽ സംഭവം ഒരു രാഷ്ട്രീയ 10 ലക്ഷം മാർക്ക് മെമ്പർഷിപ്പുള്ള കോടികൾ വർഗ പ്രകൃതി സംഘ അംഗങ്ങളായിട്ടുള്ള ഈ വലിയ പ്രസ്ഥാനത്തെ ഈ കരിനൂർ മുന്നാറ്റി കേന്ദ്രം വിജയിപ്പിക്കും. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷത വഹിച്ചു. അവർ അന്വേഷണത്തിന് വിളിച്ചപ്പോഴോ വർത്തമാനം പറഞ്ഞപ്പോഴോ ഒന്നും തന്നെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതായി അവർക്ക് ഒരിക്കൽ പോലും എഴുതി കൊടുത്തിട്ടില്ല. ഒന്നുപോലും ഒരു കുറ്റം ചെയ്തതായി ഒരിക്കൽ പോലും EDയുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും പറയാത്ത CPIMന്റെ 3 ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കെ രാധാകൃഷ്ണൻ, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, എന്നതുപോലെ തന്നെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, എന്നതുപോലെ തന്നെ MM വർഗീസാണ്. ഈ 3 പേരും CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു എന്ന ഒറ്റക്കാര്യം കൊണ്ടാണ് ഇങ്ങനെ കേസെടുക്കാൻ, പാർട്ടിയെ കെട്ടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതിനെതിരായി രാജ്യത്തെമ്പാടും വമ്പിച്ച പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, M മധു, AV സഹദേവൻ എന്നിവർ സംസാരിച്ചു.